ജാമ്യാപേക്ഷ സമർപ്പിച്ച് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഭാഗം ഹർജി സമർപ്പിച്ചത്. സുധീഷ് കുമാർ അറസ്റ്റിലായിട്ട് 90 ദിവസം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജാമ്യം ലഭിച്ചാൽ സ്വർണ്ണക്കൊള്ളയിൽ പുറത്തിറങ്ങുന്ന മൂന്നാമത്തെ പ്രതിയാകും സുധീഷ് എന്നുള്ളതാണ്. AB ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോരുത്തരായി പതുക്കെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുരാരി ബാബുവിൽ തുടങ്ങി ശ്രീകുമാർ പുറത്തിറങ്ങി. ഇപ്പോൾ അടുത്ത സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയും പരിഗണിക്കുകയാണോ ഇപ്പോൾ ജയശങ്കർ? സ്മൃതി, 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവുമായാണ് സുധീഷ് കുമാറിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സ്വാഭാവിക ജാമ്യം എന്നത് തന്റെ പ്രതിയുടെ അവകാശമാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. എന്തായാലും ഈ കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. തിങ്കളാഴ്ചയായിരിക്കും സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയുക. നമ്മൾ മുമ്പ് കണ്ടതാണ്, മുരാരി ബാബുവിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമൊക്കെ സ്വാഭാവിക ജാമ്യം കോടതി 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ അനുവദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിലപ്പാളി കേസിൽ കൂടി 90 ദിവസം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ജയിലിൽ തുടരേണ്ടി വന്നത്. പക്ഷേ മുരാരി ബാബു 2 കേസുകളിലും 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ ജയിൽ മോചിതനാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതേ അവസ്ഥയാണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും ഉണ്ടാവുക. ദ്വാരപാലകപ്പാളി, കട്ടിലപ്പാളി കേസുകളിൽ അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയാകുന്നു. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച കോടതി ഒരു സ്വാഭാവിക ജാമ്യം അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. ഈ SIT സംഘം അതിനു മുമ്പ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമത് പുറത്തിറങ്ങുന്ന പ്രതിയായി ഇദ്ദേഹം മാറും. എന്തായാലും തിങ്കളാഴ്ച കോടതി ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ പരിഗണിക്കും. ജാമ്യം അനുവദിക്കുമെന്ന് തന്നെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത്. കാരണം 90 ദിവസം അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം വേണം. അത് പ്രതിയുടെ അവകാശമെന്നാണ് സുധീഷ് കുമാറിന്റെ അഭിഭാഷകൻ എന്തായാലും നിലവിൽ പറയുന്നത്. എന്തായാലും തിങ്കളാഴ്ച സ്മൃതി ഈ കേസ് കോടതി പരിഗണിക്കും. ആ ഘട്ടത്തിൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. മുൻ കേസുകളുടെ ഒക്കെ തന്നെ വിധികൾ പരിശോധിക്കുമ്പോൾ സുധീഷ് കുമാർ തിങ്കളാഴ്ച തന്നെ പുറത്തിറങ്ങിയേക്കും. ശരി, AB ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.